മാനേജ്മെന്റിന്റെ പിടിവാശി കാരണം കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ. മാനേജറുടെ ഒത്താശയ്ക്ക് വഴങ്ങാത്ത പ്രിൻസിപ്പാളിനോടുള്ള പ്രതികാരമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക നിയമനം തടസ്സപ്പെടുത്തുകയാണ് സ്കൂൾ മാനേജർ. തസ്തിക നിർണയം നടത്താതെ തന്നെ നിയമാനുസൃത നിയമനം നടത്താമെങ്കിലും അധ്യാപകരെ നിയമിക്കാതെ മാനേജർ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുകയാണ്. മാനേജ്മെന്റ് നിലപാടിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധവും ശക്തമാണ്. സ്കൂൾ മാനേജർ പി മുരളീധരനെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത അധ്യാപക സമിതിയും രംഗത്തുണ്ട്. അർജുൻ കല്യാൺ നൽകും വിശദാംശങ്ങൾ. അർജുൻ, മാനേജറുടെ പിടിവാശി, മാനേജ്മെന്റിന്റെ ഒരു പിടിവാശി കാരണമാണ് കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഇതിലൊരു പ്രതിഷേധം ഉടലെടുക്കുന്നത്? വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ശ്രുതി ആര്യ, വെരി ഗുഡ് മോർണിംഗ്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജറുടെ ഒരു പിടിവാശി, പണത്തിൻ്റെ ഹുങ്ക്, ഇതൊക്കെ കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിനകത്തുള്ള കാര്യമെന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ ഏതൊരു എയ്ഡഡ് സ്കൂൾ ആയിക്കോട്ടെ, അവിടെ ഏറ്റവും പ്രധാനമായി അധ്യാപകരെ നിയമിക്കാനായിരിക്കും മാനേജർ വലിയ തോതിൽ ഒരു ആവേശം കാണിക്കാറുള്ളത്. സാധാരണ രീതിയിൽ അങ്ങനെയാണ്. കാരണം സ്വാഭാവികമായും നിയമനത്തിൻ്റെയൊക്കെ ഭാഗമായി ഒരുപക്ഷെ ചില ആനുകൂല്യങ്ങൾ ഈ മാനേജർക്ക് ലഭിക്കും. പക്ഷേ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഭീകരമായ തോതിലുള്ള ഒരു പണപ്പിരിവിൻ്റെ ഒരു വലിയ ഒരു കഥ തന്നെ, അല്ലെങ്കിൽ വലിയ ചില വാർത്തകൾ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ പ്രിൻസിപ്പൽ ഇൻചാർജായിരിക്കുന്ന, പ്രിൻസിപ്പളുടെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും മാനേജർ പറയുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പണപ്പിരിവും അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ആ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉള്ള ചില അധ്യാപകരും സമാനമായ രീതിയിൽ തന്നെ കുട്ടികളിൽ നിന്നും അനധികൃതമായി സർക്കാർ പറയുന്നതിലുപരിയായിട്ടുള്ള ഒരു തരത്തിലുള്ള പണപ്പിരിവും അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു പ്രതികാരം എന്നോണം, ഈ അധ്യാപകരോടും പ്രിൻസിപ്പലിനോടുമുള്ള ഒരു പ്രതികാരം എന്നോണമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി കുട്ടികളുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കുന്ന, കുട്ടികളുടെ ഭാവി വെച്ച് പന്ത് തട്ടുന്നൊരു നിലപാട് സ്കൂൾ മാനേജർ പി മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. തസ്തിക നിർണയം നടത്താതെ തന്നെ മാനേജർക്ക് നിയമാനുസൃതമായി നിയമനം നടത്താമെന്നുള്ള ഒരു ചട്ടം നിലനിൽക്കെ തന്നെ, അല്ലെങ്കിൽ ആ ചട്ടം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ചട്ടം നിലനിൽക്കെ തന്നെയാണ് ഈ മാനേജർ ഇത്തരത്തിൽ ഒരു നിയമനവും നടത്താതെ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത്. 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഹയർ സെക്കൻഡറി വിഭാഗം കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. അതിൽ ഫിസിക്സ് വിഭാഗം, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ആന്ത്രോപോളജി, ഹിന്ദി, സംസ്കൃതം, മലയാളം തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഇപ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരില്ല എന്നുള്ളതാണ്. ആകെ 21 പേരാണ് നിയമാനുസൃതമായി അവിടെ അധ്യാപകരായി ഉണ്ടാവേണ്ടുന്നത്. പക്ഷേ അതിൽ 9 പേർ ഇപ്പോൾ നിയമനം നടത്താതെ നിൽക്കുകയാണ്. അത് ഈ വർഷത്തെ മാത്രം വിഷയമല്ല, കഴിഞ്ഞ വർഷവും ഇതിന് സമാനമായ രീതിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചില ഗസ്റ്റ് അധ്യാപകരെയൊക്കെ നിയമിച്ച് അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ അധ്യയനം തുടങ്ങി 2-2.5 മാസത്തോളം തന്നെ പൂർത്തിയാവുകയാണ്. ഈ ഘട്ടത്തിൽ പോലും വിദ്യാർത്ഥികൾക്ക് ഈ ക്ലാസ്സുകൾ എടുത്തു നൽകുന്നതിന് വേണ്ടി അധ്യാപകരെ നിയമിക്കാതെ മാനേജർ കുട്ടികളുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഷയം മാത്രമല്ല, ഇതിന് മുൻപും സമാനമായ രീതിയിൽ തന്നെ നിരവധിയായിട്ടുള്ള പരാതികൾ, കുട്ടികളിൽ നിന്നും അനധികൃതമായിട്ടുള്ള നിരവധി പണപ്പിരിവിൻ്റെ കാര്യങ്ങൾ, അതിനു പുറമെ വിദ്യാഭ്യാസ ചട്ടങ്ങൾ, കേരള എഡ്യൂക്കേഷൻ റൂൾസിന്റെ ഒരുപാട് മാനേജർക്കെതിരെ ഈ അധ്യാപക സമിതി ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, ഈ മാനേജർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ, ഒരു ചർച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇതിനോടകം? തീർച്ചയായിട്ടും ആര്യ, അതായത് അധ്യാപക സംയുക്ത സമിതി ഈ മാനേജറുടെ ഈ നിലപാടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്തൊരു നടപടി, ഒരു കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പോ അല്ല ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡോ ഇതിനകത്ത് ഒരു മാനേജർക്കെതിരെ, അല്ലെങ്കിൽ മാനേജർ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് ഈ സമയം വരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ മാനേജറുടെ ചില അധികാരത്തിലെ ചില
ചില സ്വാധീനങ്ങൾ, ചില പണത്തിൻ്റെ ഒരു ഹുങ്ക്, ഇതൊക്കെ കൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾ പലപ്പോഴും ഈ മാനേജർക്ക് മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എങ്കിൽ കൂടി വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്, പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഈ ഹയർ സെക്കൻഡറി ബോർഡിനും ഇതിനകത്ത് കൃത്യമായ തോതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്ക് സർക്കാരാണ് ഉറപ്പ് നൽകുന്നത്. സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ചേരുമ്പോൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ വിഭാവനം ചെയ്യുന്ന സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസം അത് അട്ടിമറിക്കപ്പെടുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് വ്യക്തമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഒരു വിഷയം മാത്രമല്ല ആര്യ, ഇതിനു മുമ്പ് 2017 നിരവധിയായിട്ടുള്ള ഒരു പരാതികൾ ഈ സ്കൂൾ മാനേജർക്കെതിരെ പണപ്പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചില അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ സ്കൂൾ മാനേജർക്കെതിരെ കർശനമായ തോതിലുള്ള ചില നിയമനങ്ങളും അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ വിജിലൻസ് ഉൾപ്പെടെ പരാതി നൽകുകയും ആ വിജിലൻസിൻ്റെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിലെല്ലാം തന്നെ ഈ മാനേജറുടെ ഈ താൽക്കാലിക മാനേജർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നുള്ള ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടും ഇതിനകത്ത് ഈ മാനേജർക്കെതിരെ കാര്യമായ തോതിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ആശ്ചര്യജനകമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഭരണ സംവിധാനത്തിനോ ഈ മാനേജർക്കെതിരെ നിലപാടെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നതും വളരെ ഭീകരമായ തോതിലുള്ള ഈ സംവിധാനങ്ങൾ ഈ മാനേജർക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കീഴ്പ്പെട്ടു പോകുന്നു എന്നുള്ള സംശയം ബലപ്പെടുത്തുകയാണ്. നമുക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ അതായത് 2017 വിജിലൻസിൽ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ കൃത്യമായ തോതിൽ ഈ മാനേജറുടെ കാട്ടുകൊള്ള അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള വ്യക്തമാക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ, അതായത് ഡിജിറ്റൽ ബോർഡിൻ്റെ പേരിൽ സർക്കാർ ഈ മാനേജ്മെൻറ്റിന് നൽകുന്ന ഇലക്ട്രിസിറ്റിയുടെയും വെള്ളത്തിൻ്റെയും പണം പോലും കുട്ടികളിൽ നിന്ന് പിരിക്കുന്ന അവസ്ഥ, സർക്കാർ അച്ചടിച്ച് നൽകുന്ന ചോദ്യപേപ്പറിന് കുട്ടികളിൽ നിന്നും പണം പിരിക്കുന്ന അവസ്ഥ, അതിനു പുറമെ എവിടെയും കേട്ടുകേൾവിയില്ലാത്ത, മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും കേട്ടുകേൾവിയില്ലാത്ത മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പേരിൽ പോലും ഈ കുട്ടികളിൽ നിന്നും പണം പിരിക്കുന്നൊരു സാഹചര്യം. ഇതൊക്കെ ഭീകരമായ കൊള്ളയാണ്. ഓരോ വർഷവും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും മാനേജർ കുട്ടികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണം എന്ന് പറയുന്നത് അത് ലക്ഷങ്ങളല്ല, അത് പതിനായിരങ്ങളല്ല, കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ കുട്ടികളിൽ നിന്നും ഈ മാനേജർ പി മുരളീധരൻ പിടിച്ചെടുക്കുന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. ഈ റിപ്പോർട്ടിൽ, അതായത് വിജിലൻസ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളായ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജർ മുരളീധരൻ എന്നയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്കൂളിൽ വേണ്ടത്ര കുട്ടികളോ ഭൗതിക സാഹചര്യങ്ങളോ ഇല്ലാതെ തന്നെ നൂറുകണക്കിന് അധ്യാപിക തസ്തിക ഉണ്ടാക്കി വിദ്യാഭ്യാസ വകുപ്പിനെ സ്വാധീനിച്ചും പ്രീണിപ്പിച്ചും വിജിലൻസ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഗുരുതര കണ്ടെത്തലുകളാണ് ഈ മാനേജർക്കെതിരെയുള്ളത്. ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അത്ഭുതം തന്നെയാണ്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.